തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം തുടരുന്നു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കാമുകൻ തന്നെയാണ് ആതിരയെ കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ആതിരയുടെ സ്കൂട്ടറുമായി കടന്ന ഇയാളെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു. വിനോദ്, ദാരുണമായൊരു സംഭവമായിരുന്നു. ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ് എന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തുമ്പോൾ ഇയാളുടെ ഐഡിയോ അല്ലെങ്കിൽ മേൽവിലാസമോ അങ്ങനെ എന്തെങ്കിലും എത്തേണ്ടതുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? ഇന്നലെയാണ് തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര എന്ന വീട്ടമ്മയെ കുത്തി കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്ന് ഒരു നിഗമനത്തിലെത്തുമ്പോൾ ഇയാളുടെ ഐഡിയോ വിലാസമോ അങ്ങനെ എന്തെങ്കിലും പോലീസിന് കിട്ടണമല്ലോ സ്വാഭാവികമായും. അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നത്? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ ആതിരയുടെ സ്കൂട്ടർ തട്ടിയെടുത്താണ് പ്രതി കടന്നു കളഞ്ഞതെന്ന് കരുതുന്നു. ഈ സ്കൂട്ടർ ഇപ്പോൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്കൂട്ടർ കണ്ടെത്തിയത്. ഈ സ്കൂട്ടർ കൊലപാതകത്തിന് ശേഷം പ്രതിയെന്ന് കരുതുന്ന ആൾ സ്കൂട്ടറിൽ ഈ ഭാഗത്തേക്ക് എത്തി എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിസരത്ത് കഠിനംകുളം പാടിക്കവളാകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യ ആതിരയാണ് കൊല്ലപ്പെട്ടത്. ഇതിനടുത്ത് തന്നെ പ്രതി 2 ദിവസത്തിലധികമായി മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എന്ന വിവരവും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതായത് 7 മാസം മുൻപാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള പരിചയമാണ്. പക്ഷെ അത്ര കണ്ട് ആക്റ്റീവായ ഒരു പേജ് അല്ല എന്നാണ് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിയുടേതെന്ന് കരുതുന്ന ഒരു ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അക്കാര്യത്തിൽ ഒരു ഉറപ്പുവരുത്തണം. ആതിര അച്ചായൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇയാളുടെ യഥാർത്ഥ പേര് ആതിരയ്ക്കും അറിഞ്ഞുകൂടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ബന്ധം അറിഞ്ഞത് മുതൽ രാജീവ് ഇതിൽ നിന്ന് പിന്മാറാൻ ആതിരയോട് പറഞ്ഞിരുന്നു. എന്നാൽ തുടർച്ചയായി ഇവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ രാജീവിന്റെ മാതാപിതാക്കൾ ഉള്ള സമയത്ത് തന്നെ വീട്ടിലേക്ക് വരികയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായും പറയുന്നു. രാജീവ് ഈ വധഭീഷണി പിന്നീട് രാജീവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരണമെന്ന ആതിരയോട് ഈ പ്രതി ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് കഴിയില്ലെന്ന് ആതിര അറിയിച്ചു. അതോടുകൂടിയാണ് വധഭീഷണിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇത് ഒരാഴ്ച മുൻപ് തന്നെ ആതിര രാജീവിനോട് പറഞ്ഞിരുന്നു. പോലീസിൽ വിവരമറിയിക്കാമെന്ന് രാജീവ് പറഞ്ഞെങ്കിലും ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തനിക്ക് അപമാനമാണെന്നും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും യുവതി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ പുറത്തു പറഞ്ഞില്ലെന്നാണ് കഴിഞ്ഞ ദിവസം രാജീവ് പോലീസിന് മൊഴി നൽകിയത്. ഏതായിരുന്നാലും ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ട്രെയിനിൽ കടന്നു കളഞ്ഞതായാണ് കരുതുന്നത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതിക്കായി അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ചിറയൻകീഴിൽ നിന്ന് വളരെ നിർണായകമായൊരു തെളിവ് കിട്ടുന്നത്. അത് ഇയാൾ കടന്നു കളയാൻ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന ആതിരയുടെ സ്കൂട്ടറാണ്.